ഗാസയിൽ വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരണസംഖ്യ 100 കടന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി ഇസ്രായേൽ നടത്തിയ അക്രമങ്ങളിൽ ഏകദേശം 190 കുട്ടികൾ ഉൾപ്പെടെ 510 പേർ മരിച്ചെന്ന് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി വ്യക്തമാക്കി. അക്രമങ്ങൾക്ക് തിരിച്ചടി എന്ന നിലയിൽ വ്യാഴാഴ്ച ഇസ്രായേലിലെ ടെൽ അവീവിലേക്ക് ഹമാസ് റോക്കറ്റ് അയക്കുകയും ചെയ്തു. റോക്കറ്റുകളിലൊന്ന് ആകാശത്ത് വെച്ച് തന്നെ തടഞ്ഞെന്നും 2 ജനവാസമില്ലാത്ത മേഖലയിലാണ് പതിച്ചതെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വടക്കൻ ഗാസയിൽ കരയാക്രമണം ആരംഭിച്ച ഇസ്രായേൽ തെക്കുള്ളവരെ ഇവിടേക്ക് വരാൻ അനുവദിക്കില്ലെന്ന് അറിയിക്കുകയും ചെയ്തു. വടക്കും തെക്കും ഗാസയെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ സലാഹുദ്ദീൻ റോഡിലൂടെ യാത്ര ചെയ്യരുതെന്നും വടക്കു നിന്ന് തെക്കോട്ടേക്ക് പോകുന്നവർ തീരപാതയിലേക്ക് സഞ്ചരിക്കണമെന്നും ഉത്തരവിടുകയും ചെയ്തു. വെടിനിർത്തൽ കരാർ നിലനിർത്താനുള്ള ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്നും ഇസ്രായേൽ ഉടൻ ആക്രമണം അവസാനിപ്പിക്കുകയും 2ാം ഘട്ട വെടിനിർത്തലിനുള്ള ചർച്ച ആരംഭിക്കുകയും വേണമെന്ന് ഹമാസും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ 1ാം ഘട്ട വെടിനിർത്തൽ നീട്ടണമെന്നും ഇസ്രായേലും US-ഉം താൽപ്പര്യപ്പെടുകയും ചെയ്തു. ഇതിനുള്ള ഹമാസിന്റെ വിസമ്മതത്തെ ബന്ദിമോചനത്തിനുള്ള സന്നദ്ധയില്ലായ്മയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേൽ കടന്നു കയറിയ പിടിച്ചുകൊണ്ടുപോയ 251 പേരിൽ 56 പേർ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇനിയും ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഇന്നൊന്നും തീരുന്ന ഒരു പ്രശ്നവും കാണുന്നില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിൽ തന്നെ നിലനിൽക്കുകയാണ്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായുള്ള ബെഞ്ചമിൻ നെതന്യാഹു പല രീതിയിലുള്ള അക്രമങ്ങളും ഗാസയ്ക്ക് നേരെ അഴിച്ചുവിട്ടിരുന്നു. മാത്രമല്ല, ആവശ്യ അനുസരണത്തിലുള്ള ഭക്ഷണമോ വൈദ്യുതിയോ ജലം പോലും അവിടത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ തടഞ്ഞു വെക്കുന്നതിൻ്റെ എല്ലാം തന്നെ നടത്തി കഴിഞ്ഞിരുന്നു. കാരണം പല രീതിയിലുള്ള പൈശാചിക ശക്തികളും നെതന്യാഹു ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ ഗാസയുടെയും പതനത്തിന് കാരണം ആരാകും എന്നുള്ളതും വ്യക്തമാകുന്നില്ല. എന്തായാലും ഈ ഒരു യുദ്ധം ഇനിയും മുമ്പോട്ട് പോവുകയാണെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾ പരിശ്രമിച്ചാലും യുദ്ധത്തിന് അവസാനം കാണാൻ സാധിച്ചില്ലെങ്കിൽ അത് 3ാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തുമെന്നുള്ളതും തീർച്ചയാണ്.